വേണ്ട, പുതിയതായിട്ട് കട തുടങ്ങിയതാണ് ഞങ്ങളുടെ അമ്മയത്. കണ്ടോ, ഇതിൻ്റെ ഓണറാണ്, കടയുടെ ഓണർ. അമ്മയെ ഈ ലോട്ടറി കച്ചവടമായിരുന്നേ, ലോട്ടറി കച്ചവടം ചെയ്ത് നടക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അമ്മയ്ക്ക് വയ്യാതായി വീട്ടിലൊക്കെ ഇരിപ്പ് തുടങ്ങി. അമ്മയ്ക്ക് അങ്ങ് മൂശാട്ടയെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ദേഷ്യങ്ങളൊന്നുമില്ല, സങ്കടം, മാനസിക സങ്കടങ്ങൾ. അപ്പം ഞങ്ങൾ വിചാരിച്ചു അമ്മ ഇങ്ങനെ ഇരിക്കേണ്ട, ആൾക്കാരെ കാണാം. കാരണം നമ്മുടെ വീടിനകത്ത് തന്നെ ഇരിക്കും, ഞങ്ങളെ തന്നെ കണ്ടിരുന്നപ്പോൾ മനസ്സിനൊരു വിഷമം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെങ്കിൽ നമുക്കൊരു ചെറിയ കടയുണ്ട്, ആ കടയെടുത്ത് അമ്മയ്ക്ക് ഇച്ചിരി മുറുക്കാനും ബീഡിയും ഒക്കെ മേടിച്ച് വെച്ച് കൊടുക്കാമെന്ന് അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഒരു 3 ദിവസമായിട്ടുള്ളൂ ഇത് തുടങ്ങിയിട്ട്. കുഴപ്പമില്ല. പിന്നെ ഇവിടെ കുറേ ഒത്തിരി ഒന്നും യാത്രക്കാരില്ലാലും വളരെ കുറച്ച് എങ്കിലും കച്ചവടമൊക്കെ നടന്നുണ്ട് നമ്മുടെ ഇതൊക്കെ കേട്ടോ. ഇവിടെ ഇരിക്കുക. ഇനി ഇടയ്ക്ക് വന്നിട്ട് വീട്ടിലൊക്കെ പോകും. ഉച്ചയ്ക്കൊക്കെ വീട്ടിലോട്ട് ഞാൻ കൊണ്ടുവിടും, എന്നിട്ട് തിരിച്ച് വരും. വീട്ടിൽ ചെന്നിരിക്കുമ്പോൾ അമ്പറ അവിടെ കിടക്കാൻ പറയുമ്പോൾ അവിടെ നിന്ന് ചാടി ഇങ്ങോട്ട് പോരും. ഇന്ന് കച്ചവടമൊക്കെ നടന്നായിരുന്നു അമ്മേ? ആ, അമ്മയ്ക്ക് വിഷമമുണ്ടോ കച്ചവടം നടക്കാത്തതുകൊണ്ട്? പിന്നെ 10 രൂപ കിട്ടിയില്ലെങ്കിൽ ചുമ്മാ വന്നിട്ട് കാര്യമുണ്ടോ? വീട്ടിൽ ഇരിക്കുന്നതിനേക്കാളും സന്തോഷമില്ല ഇവിടെ വന്നിരിക്കുമ്പോൾ. സന്തോഷം, അത് വൈകുന്നേരം അങ്ങ് ഇരിക്കണം. കേട്ടല്ലോ, ഇതേ ഉള്ളൂ. അതുകൊണ്ട് പൈസ ആവശ്യം തന്നെ കേട്ടോ. 5 രൂപ 50 രൂപയുടെ ലോട്ടറി എടുത്തു കേട്ടോ. 97 രൂപ വിറ്റ് 50 രൂപയുടെ ലോട്ടറി മേടിച്ച്. ഇത് ലോട്ടറി അടിച്ചാൽ അമ്മ ഈ കട മാറ്റൂ? അതിൻ്റെ കടയിൽ വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് വിൽക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ കുറവെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യത്തെ ദിവസം ഇച്ചിരി മുറുക്കാൻ മാത്രമായിരുന്നു. പിന്നെ രണ്ടാമത്തെ ദിവസം അപ്പോൾ നമുക്ക് സോഡയും വെള്ളമൊക്കെ നമുക്കിവിടെ അടുന്ന് കിട്ടും കേട്ടോ, കമ്പനിക്കാർ കൊണ്ട് തരും. അപ്പോൾ അത് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കണമെങ്കിൽ നമുക്കിനി ആയിട്ടില്ല, എങ്കിലും കുഴപ്പമില്ല. ഇത്രയൊക്കെ സോഡ 2 ഇറക്കി വെച്ചേക്കുന്നത്, കുഴപ്പമില്ല. പിന്നെ ഐസ് ബോക്സൊക്കെ ഉണ്ട്. അപ്പോൾ നേരത്തെ നമുക്ക് കച്ചവടം ഉണ്ടായിരുന്നു.